വിത്തൗട്ട് പെർമിഷനാണ് ഞാനത് കണ്ടത്. ഒരു ഓലക്കീറിൻ്റെ ഇടയിലൂടെ അവിടെ ഇവിടെ മൊത്തമായിട്ടുള്ള ചടങ്ങ് കാണാനുള്ള ഒരു ആംബിയർ ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. അത് ആ ചടങ്ങ് പൂർണ്ണമായി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭ്രാന്തായി പോകും, മീൻസ് ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ നിസാർ ഇൽത്തുമിഷ് സാറാണ്. നമ്മുടെ അഗർത്ത, നൂറുൽ മുനീർ ഇതൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ പുതിയ ബുക്കിൻ്റെ ലോഞ്ചാട്ടോ, ദായമക്കായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം. സാർ, എങ്ങനെയാണ് ഈ ഒരു ബുക്കിൻ്റെ ഒരു എന്താ പറയുക തുടക്കം എങ്ങനെയാണ്? ആക്ച്വലി ഈ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അവസാനത്തെ ദായമക്കൈ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത്. കാരണം അത്രയും ഭീകരമായിട്ടുള്ള, അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ ദായമക്കൈ എന്ന് പറഞ്ഞാൽ. എൻ്റെ 17ാമത്തെ വയസ്സിൽ എൻ്റെ കഷ്ടകാലത്തിന്, എൻ്റെ ഒരിക്കലും ഒരു ഭാഗ്യവശാൽ എന്ന് പറയില്ല, നിർഭാഗ്യവശാലാണ് എനിക്കത് കാണേണ്ടി വന്നത്. ഞാൻ 17ാമത്തെ വയസ്സിൽ എൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ്. അപ്പോൾ ആ യാത്രയിൽ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ചടങ്ങിന് സാക്ഷിയാവുന്നത്. ആക്ച്വലി ഒരു മനുഷ്യനെ പോലും അങ്ങോട്ട് കയറ്റുന്നില്ല ഈ ചടങ്ങ് നടത്തുന്ന സമയത്ത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഞാൻ അവിടെ എത്തിപ്പെടുകയായിരുന്നു. അത്രയും ബ്ലഡ് ഷെഡ് നടക്കുന്നൊരു ചടങ്ങാണ്. 99.9% മരണം അത് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചടങ്ങിന് ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു ഡ്രോമയായിരുന്നു സത്യം. അതുകൊണ്ടാണ് ഇത് എഴുതാൻ വിചാരിച്ചത്. ഓക്കെ. അതുപോലെ നമ്മുടെ നൂറുൽ മുനീറും അഗർത്തയൊക്കെ എഴുതിയപ്പോൾ ഉള്ളൊരു അനുഭവം എങ്ങനെയാണ്? അത് രണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ. നൂറുൽ മുനീർ 1ാം ഭാഗം, അഗർത്ത അതിൻ്റെ 2ാം ഭാഗം. 1ാം ഭാഗം എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പുസ്തകം ഇങ്ങനെ ക്ലിക്കാവുന്നോ, അതിന് 2ാം ഭാഗം വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായി. കാരണം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യന് കാശിയിലെത്തിയിട്ട് ഒരു അഘോരിയായിട്ട് മാറുന്ന കോൺസെപ്റ്റാണ്. അതിന് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് എടുത്തിടലും ഇങ്ങോട്ട് എടുത്തിടലും അടിപിടിയൊക്കെ ആയിട്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പുസ്തകം അതിൻ്റെ വിജയം ഇങ്ങനെ ആഘോഷിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ സിലബസിലേക്ക് എടുത്തിട്ടുണ്ട് പൂർണ്ണാനന്ദ. അതുപോലെ തന്നെ ദായമക്കായി ഉടനെ തന്നെ സിനിമയാവാൻ പോവാണ്. അപ്പം സന്തോഷങ്ങളാണ് സത്യം പറഞ്ഞാൽ. കൊമ്മക്കയം എന്ന് പറഞ്ഞൊരു ബുക്കും കൂടി. കൊമ്മക്കയം ആക്ച്വലി അത് ഫിക്ഷനേ അല്ല. അത് ഈ നമ്മുടെ ഈ ദായമക്കൈ പോലെ തന്നെ അതിനേക്കാളും ഭീകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കൊമ്മക്കയം പറയുന്നത്. മൃതദേഹങ്ങൾ എടുക്കുന്ന മനുഷ്യന്മാരുടെ കഥയാണ്. അതായത് കഥയല്ല, റിയാലിറ്റിയാണ്. എവിടേക്കാണോ ഒരു ആക്സിഡന്റ് പറ്റുന്ന സമയത്ത്, വെള്ളച്ചാട്ടത്തിൽ പെടുമ്പോൾ, തീപിടുത്തത്തിൽ പെടുമ്പോഴൊക്കെ ഓടി വരുന്ന മനുഷ്യന്മാരുണ്ട്. എല്ലാ നാടുകളിലും ഉണ്ടാവും. അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് മനുഷ്യന്മാരെ അവരെ ഹൈലൈറ്റ് ചെയ്യണം, അവരെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരണം, അവരെ ആൾക്കാരെ അറിയണം. റിയൽ ഹീറോസ്, നമ്മൾ സിനിമകളിലോ പൊളിറ്റിക്സിലോ ഒന്നും കാണുന്നവരൊന്നും അല്ല റിയൽ താരങ്ങൾ. ഇവരാണ്. ഇപ്പോൾ പ്രളയം, മഴ വരാൻ പോവാണ്. പ്രളയം ഏത് നിമിഷം ഒരു ആശങ്കയോട് കൂടിയാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മണ്ണൊലിപ്പ്, ഇങ്ങനത്തെ എല്ലാ ഭീകരതകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ താരങ്ങളായിട്ട് വരുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ ആ മനുഷ്യന്മാരുടെ ലൈഫാണ് ഞാൻ കൊമ്മക്കയത്തിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എഴുത്തുകാരനാവണം എന്നുള്ളൊരു ഇത് തോന്നിയത് എപ്പോഴാണ്? അങ്ങനെ ഒരു ഞാൻ എൻ്റെ ഫസ്റ്റ് നോവൽ ഇറങ്ങുന്നത് 2008-ലാണ്. വളരെ പുറകിൽ, അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യത്തെ പുസ്തകം ലോഞ്ച് ആവുന്നത്. അതിനുശേഷം ഒരു 15 വർഷത്തിന് ശേഷമാണ് 2ാമത്തെ പുസ്തകം. ഈ പൂർണ്ണാനന്ദ എഴുതിയ സമയത്താണ് ഓക്കെ നൈസ്, ഒരു എഴുത്തുകാരനായേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ. വേറെന്തെങ്കിലും? വേറെന്താ, ഈ വായനക്കാരോട് എല്ലാവരും പുസ്തകം വായിക്കുക, സിനിമ വരുന്ന സമയത്ത് സിനിമ കാണുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. ഓക്കെ. ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് വിമർശനങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഞാൻ കമന്റ് ബോക്സ് ഇപ്പം നോക്കാറില്ല. ഇൻബോക്സ് മെസ്സേജ് ഞാൻ തുടക്കം ഒന്ന് കേട്ടു നോക്കുക. അതിൽ എന്താണോ പറയുന്നത് ജസ്റ്റ് തെറിയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നെഗറ്റിവിറ്റി ഞാൻ എടുക്കാറില്ല, അത് വിട്ട് കളഞ്ഞു. പക്ഷേ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുള്ള മനുഷ്യന്മാരൊക്കെ നല്ല ഒപ്പീനിയൻസ് ആണ്. ഇൻസ്റ്റഗ്രാമിലാണ് തെറിവിളികൾ കൂടുതൽ വരിക. അതിൽ കാരണം ഞാൻ ഇതിൽ മതം പറയുന്നുണ്ട്, പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതിൻ്റെ പല കാര്യങ്ങളിലൂടെയും കടന്നു, ജെൻഡറിനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് തെറി വിളിക്കാനുള്ള. പക്ഷെ വായിക്കണമെങ്കിൽ ഒരു 2-3 ദിവസം എടുത്തിട്ട് ഒരു പുസ്തകം വായിച്ച് 300 രൂപ കൊടുത്ത് പുസ്തകം വാങ്ങി അത് വായിച്ചൊരു തെറി വിളിക്കണമെങ്കിൽ അത് ആ തെറിക്ക് അന്തസ്സുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. വായിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാണ്? എൻ്റെ എപ്പോഴും ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാലും മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ. അത് മാർക്ക് ട്വെയിൻ്റെ ഒരു ബാലസാഹിത്യമാണ്. പക്ഷേ ദാറ്റ്സ് മൈ ഫേവറേറ്റ്. എൻ്റെ എഴുതാനുള്ള എല്ലാ ഇൻസ്പിറേഷനും മാർക്ക് ട്വെയിൻ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. യങ് എഴുത്തുകാരോട് എന്താ പറയാനായിട്ടുള്ളത്, പുതിയതായിട്ട് എഴുത്തിലേക്ക് വരാൻ? അനുഭവങ്ങളിലൂടെ എഴുതാം. അതാണ് ഞാൻ എല്ലാ പുസ്തകങ്ങളും ഓൺ എക്സ്പീരിയൻസ് കലർത്തിയിട്ട് എഴുതിയിട്ടില്ല. ഞാൻ യാത്രികനാണ്, നിരന്തര യാത്രികനാണ്. ഇപ്പോൾ മെനിയാന്ന് ഞാൻ വന്നതേ ഉള്ളൂ, മേഘാലയ, നാഗാലാൻഡ്, ആസാം, അതിലൂടെ പോയി. അപ്പോൾ ഓരോ യാത്രയും നമ്മൾ റിഫൈൻ ചെയ്യിക്കുന്നുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്, സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അതാണ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ. ഓക്കെ, താങ്ക് യു.
അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് വൺസ് അപ്പോൺ എ ടൈമിലാണ്. ഇതാ പറഞ്ഞു തീർന്നില്ല, എൻ്റെ കൂടെ ആസാം, മേഘാലയ, നാഗാലാൻഡ് ഒക്കെ കറങ്ങാൻ വന്ന. ഓക്കെ, ആദ്യത്തെ ആ ട്രിപ്പിൻ്റെ ആണല്ലേ? അതെ, ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വൺസ് അപ്പോൺ എ ടൈമിലാണ്. വൺസ് അപ്പോൺ എ ടൈമിൽ നമ്മുടെ ദായമക്കായി എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ലോഞ്ചാണ് ഇന്ന്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമുക്ക് സാറിനെ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇവിടെ സാറിൻ്റെ ബുക്സൊക്കെ അവൈലബിൾ ആട്ടോ. വീഡിയോ